ലൈംഗിക അതിക്രമത്തിനും സാമ്രാജ്യത്വ അധിനിവേശത്തിനും ഭരണകൂട ഭീകരതയ്ക്കുമെതിരെ പൊരുതുന്നവരോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് ശ്രീകൃഷ്ണയിലെ കലോത്സവം. ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിൽ 4 ദിവസങ്ങളിലായി നടക്കുന്ന ആർട്ട് ഫെസ്റ്റാണ് ജനാധിപത്യത്തിനും മാനവികതയ്ക്കുമായി പൊരുതുന്നവരോട് ഐക്യപ്പെട്ട് അരങ്ങേറുന്നത്. നൃത്തേര എന്ന പേരിലാണ് കലാലയത്തിലെ ആർട്ട് ഫെസ്റ്റ് നടക്കുന്നത്. അതിജീവിതയായ നടിക്കുള്ള ഐക്യദാർഢ്യത്തിന്റെ ഭാഗമായി കലയ്ക്കൊപ്പം അവൾക്കൊപ്പം എന്ന ആശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് 3 വേദികളിലായി നടക്കുന്ന കലോത്സവത്തിന് നൃത്തേര എന്ന പേര് നൽകിയത്. ജൂബിലി ഓഡിറ്റോറിയം, മിനി ഓഡിറ്റോറിയം, LH എന്നിവിടങ്ങളിൽ സജ്ജമാക്കിയ വേദികൾക്ക് നൽകിയ പേരുകളിലും കോളേജ് യൂണിയൻ ഭാരവാഹികൾ വ്യത്യസ്തത പുലർത്തിയിട്ടുണ്ട്. അമേരിക്കൻ കടന്നുകയറ്റത്തിനെതിരെ പൊരുതുന്ന വെനസ്വേല ജനതയോടുള്ള ഐക്യദാർഢ്യത്തിന്റെ ഭാഗമായി ജൂബിലി ഓഡിറ്റോറിയത്തിലെ 1ാം വേദിക്ക് വെനസ്വേല എന്നാണ് പേര് നൽകിയിട്ടുള്ളത്. രാഷ്ട്രത്തിനുമപ്പുറം മാനവികതയ്ക്കുമൊപ്പം സുഡാനിലെ പൊരുതുന്ന ജനതയ്ക്കൊപ്പം എന്ന ശീർഷകത്തോടെ മിനി ഓഡിറ്റോറിയത്തിലെ 2ാം വേദിക്ക് ദർഫർ എന്നാണ് പേരിട്ടിട്ടുള്ളത്. LHയിലുള്ള 3ാം വേദിക്ക് ജനാധിപത്യത്തിന്റെ ശവക്കുഴി തുറക്കുന്ന ബുൾഡോസർ രാജിനും യലഹങ്കയിലെ ഭരണകൂട ഭീകരതയ്ക്കും എതിരെ യലഹങ്ക എന്ന പേരാണ് നൽകിയിട്ടുള്ളത്. ഇത്തരം പേരുകൾ നൽകിയത് ലോകത്തെവിടെയും പോരാടിക്കൊണ്ടിരിക്കുന്ന ജനതകളോടുള്ള ഐക്യദാർഢ്യത്തിന്റെ ഭാഗമാണെന്ന് കോളേജ് യൂണിയൻ മാഗസിൻ എഡിറ്റർ ലെന അൻവർ പറഞ്ഞു. നെദേര എന്നുള്ള പേരാണ്. അതൊരു കെന്യൻ വേർഡാണ്. ഷീ സർവൈവ്ഡ് എന്നാണ് അർത്ഥം വരുന്നത്. നമുക്കറിയാം, കഴിഞ്ഞൊരു കാലയളവിൽ അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിക്കല്ലെങ്കിൽ ഒരു 6-7 വർഷങ്ങളായിക്കൊണ്ട് നമ്മുടെ കേരളത്തിനകത്ത് ഒരു കേസുമായി ബന്ധപ്പെട്ട് പൊരുതുന്ന ഒരു നടിയെ ആക്രമിക്കപ്പെട്ട കേസുണ്ട്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ നടിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു, അല്ലെങ്കിൽ നടിക്കൊപ്പം ചേർന്നുകൊണ്ട് ആ നടി അനുഭവിച്ച സാക്രിഫൈസസിനും അല്ലെങ്കിൽ അവർ അനുഭവിച്ച വിഷമങ്ങൾക്കും ഒപ്പം ചേർന്നുകൊണ്ട് അവരോട് ഐക്യപ്പെട്ടുകൊണ്ടാണ് നെദേര, കലയിലൂടെ അവൾക്കൊപ്പം എന്നുള്ള പേര് നമ്മൾ ഇടാൻ വേണ്ടിയിട്ട് യൂണിയൻ ഭാരവാഹികളും അല്ലെങ്കിൽ യൂണിറ്റ് ഭാരവാഹികളും കൂടെ ചേർന്നുകൊണ്ട് രാഷ്ട്രീയപരമായിക്കൊണ്ട് ആ പേരിടുന്നതിന് വേണ്ടിയിട്ട് തീരുമാനിക്കുന്നത്. വിദ്യാർത്ഥികളിലെ കലാഭിരുചികൾ വളർത്തുന്നതിനായി സംഘടിപ്പിച്ചിട്ടുള്ള ആർട്ട് ഫെസ്റ്റിൽ സ്റ്റേജിന മത്സരങ്ങളിലായാണ് കലാലയത്തിലെ പ്രതിഭകൾ പങ്കെടുക്കുന്നത്. കോളേജ് യൂണിയന് നേതൃത്വം നൽകുന്നത് SFI ആണെങ്കിലും മുഴുവൻ വിദ്യാർത്ഥികളെയും ചേർത്ത് പിടിച്ചാണ് ആർട്ട് ഫെസ്റ്റ് സംഘടിപ്പിച്ചിരിക്കുന്നതെന്ന് യൂണിറ്റ് സെക്രട്ടറി KS അഖിനേഷ് വ്യക്തമാക്കി. ഒരു കലോത്സവം എന്ന് പറയുമ്പോൾ കോളേജിലെ മുഴുവൻ വിദ്യാർത്ഥികൾ കൂടിയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് വേണം നമ്മൾ നടത്തേണ്ടതല്ലേ. അല്ലെങ്കിൽ എല്ലാവരും ഇതിൻ്റെ ഭാഗമായിട്ട് നിൽക്കണം. ഒരു കോളേജ് യൂണിയൻ മാത്രമല്ല, വിദ്യാർത്ഥികൾ തിരഞ്ഞെടുത്ത യൂണിയനാണ്. അപ്പോൾ ആ വിദ്യാർത്ഥികളെയും മുഴുവൻ വിദ്യാർത്ഥികളെയും കഴിവുള്ള വിദ്യാർത്ഥികളെ നമ്മൾ ഉൾക്കൊള്ളിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. അതൊരു പരിധിവരെ നമുക്കത് വിജയിപ്പിക്കാനും സാധിച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ നല്ല മത്സരങ്ങളും വാശിയേറിയ മത്സരങ്ങളാണ്. നമ്മൾ 13 ഡിപ്പാർട്ട്മെൻറ്റാണുള്ളത്. വാശിയേറിയ മത്സരമാണ്. 13 ഡിപ്പാർട്ട്മെൻറ്റും നമുക്ക് ഡിപ്പാർട്ട്മെൻറ്റിന് കപ്പ് അല്ലെങ്കിൽ പ്രൈസ് കിട്ടുന്ന രീതിയിൽ നല്ല കോമ്പറ്റീഷൻ തന്നെ ഉണ്ട്. അതിൽ കലയെയും കലാകാരനെയും പ്രോത്സാഹിപ്പിക്കുന്നതിനൊപ്പം മാനവികത കൂടി ഉയർത്തിപ്പിടിച്ചാണ് ശ്രീകൃഷ്ണയുടെ ആർട്ട് ഫെസ്റ്റിന്റെ സംഘാടനം എന്നത് ശ്രദ്ധേയമാണ്.